നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മാൽദീവ് സീരീസിലെ 7ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മാൽദീവ്സിലുള്ള മാഫുഷി ഐലൻഡിൽ ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ടൂർ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുള്ളൂ. രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാണ്ടിരുന്ന കാരണം ഈ ഐലൻഡൊക്കെ ഒന്ന് കറങ്ങി. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇന്നത്തേക്കൊരു സ്കൂബ ഡൈവിംഗ് ട്രിപ്പാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിനോട് ചേർന്ന് മാഫുഷി ടൂർസ് എന്ന് പേരുള്ള ഒരു സ്കൂബ ഓപ്പറേറ്ററുടെ അടുത്താണ് ഞങ്ങൾ ട്രിപ്പ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ പാടി സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് നമ്മളെ സഹായിക്കാനായിട്ടുള്ളത്. ദ പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഡൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് എന്നാണ് പാടി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. 1966 തുടങ്ങിയ ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം ഡൈവർമാർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. എൻട്രി ലെവൽ തൊട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള പല കോഴ്സുകളായിട്ടാണ് ഇവരിത് ചെയ്യണത്. ഞങ്ങൾ അവരുടെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ ചെറിയൊരു ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് ഓണാക്കി വെച്ച് തന്നേക്കാണ്. ഡൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോസിലുള്ളത്. ആദ്യം സ്കൂബ ഡൈവിങ്ങിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി തന്നതിന് ശേഷം ഇപ്പോൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം കൊടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പാനിക്കായി എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിലുണ്ട്. ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഇവർ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയ ഓരോ എക്യുപ്മെൻറ്റ്സ് എടുത്ത് ബോക്സിലാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിൻസും ബാക്കി കുറച്ച് എക്യുപ്മെൻറ്റ്സും നമ്മുടെ സൈസിനനുസരിച്ചുള്ളത് നോക്കിയെടുത്തോളാൻ പറഞ്ഞു. പിൻസ് മാത്രം ഞങ്ങളുടെ കയ്യിൽ തന്നതിന് ശേഷം ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒരു ഉന്തുവണ്ടിയിൽ ബോട്ടിലേക്ക് എത്തിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നടന്നോളാൻ പറഞ്ഞു. ഇന്നലത്തെ പോലത്തെ സ്പീഡ് ബോട്ടിലൊന്നും അല്ലാട്ടോ ഇന്നത്തെ യാത്ര. എല്ലാവരുടെയും കാലൊക്കെ കഴുകി മണലൊക്കെ കളഞ്ഞ ശേഷമാണ് ബോട്ടിലേക്ക് കയറ്റണത്. സാധാരണ എൻജിൻ പിടിപ്പിച്ച ഫൈബറും മരവും കൊണ്ടുണ്ടാക്കിയൊരു ബോട്ടാണിത്. ഇതിലെ സ്റ്റാഫുകളെല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ തിരക്കിലാണ്. ഈ സീറ്റുകളിൽ കുറേ ഓക്സിജൻ സിലിണ്ടേഴ്സും അതിനെ കണക്ട് ചെയ്ത് ജാക്കറ്റ്സും വെച്ചിട്ടുണ്ട്. ഡൈവിംഗ് ടൂറുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പണിതേക്കുന്നത്. ഇവരുടെ വേറൊരു സ്റ്റാഫ് സ്കൂബ മാസ്ക് കഴുകണ തിരക്കിലാണ്. അധികം വൈകാണ്ട് ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി. ഇത് സ്പീഡ് ബോട്ട് അല്ലാത്തത് കൊണ്ട് വളരെ പതുക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു സ്റ്റാഫ് നല്ല എൻജോയ് ചെയ്താണ് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീറ്റിൽ വെച്ചേക്കുന്നത് കൂടാതെ വേറെയും കുറേ ഓക്സിജൻ സിലിണ്ടേഴ്സും ജാക്കറ്റ്സും എല്ലാം ബോട്ടിലുണ്ട്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന സ്റ്റാഫുകളെല്ലാം ഇവരുടെ പാടി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സാണ് കേട്ടോ. ബോട്ട് ഉൾക്കടലിലേക്ക് എത്തിയതോടുകൂടി ചെറുതായിട്ട് ആടി ഒലയാൻ തുടങ്ങിയിട്ടുണ്ട്. കടലിൽ കാര്യമായിട്ടുള്ള തിരയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനത്തെ ബോട്ടായതുകൊണ്ടാണെന്ന് തോന്നണം അത്യാവശ്യം ഒലച്ചിൽ ഫീൽ ചെയ്യണത്. ഇവരെല്ലാവരും കൂടെ കൂളായിട്ട് നിൽക്കണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം പണിപ്പെട്ടാണ് കേട്ടോ ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ നടന്നെത്തിയത്.
ബോട്ട് ഏകദേശം അരമണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഗുൽഹി എന്ന് പേരുള്ള ഒരു ഐലൻഡിലേക്ക് എത്തി. ഇവിടുന്ന് കുറച്ചുകൂടി ആളുകൾ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങിയത്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ സ്കൂബ ഡൈവിങ് സൈറ്റിലേക്ക് എത്തി. കുറച്ചപ്പുറത്തായിട്ട് വേറെയും കുറേ ടൂറിസ്റ്റ് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ആ ബോട്ടുകൾ മിക്കതും സ്കൂബ ഡൈവിങ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വന്നവരാണ് കേട്ടോ. ഈ പരിസരത്തിനോട് ചേർന്നുള്ള മിക്ക ഐലൻഡുകളിൽ നിന്ന് സ്കൂബ ഡൈവിങ്ങിനായിട്ട് ഈ ലൊക്കേഷനിലേക്കാണ് വന്നത്. അഴുക്കൊന്നുമില്ലാണ്ട് നല്ല തെളിച്ചുള്ള വെള്ളമാണ് വിടാന്നുള്ളത് കൊണ്ടാണ് ഇവർ ഈ ലൊക്കേഷൻ ചൂസ് ചെയ്തത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെ അടുത്തും മാസ്കും ഓക്സിജൻ സിലിണ്ടറും എല്ലാം വെച്ച് ഇറങ്ങി തുടങ്ങിക്കോളാൻ പറയുന്നുണ്ട്. കണ്ടപ്പോൾ അത്രയധികം വെയിറ്റ് ഒന്നും തോന്നിയില്ലെങ്കിലും ഓക്സിജൻ സിലിണ്ടറും മാസ്കും എല്ലാം കൂടി കയറിയപ്പോൾ പുറത്ത് അത്യാവശ്യം വെയിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ട്രെയിനർമാരെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു തുടങ്ങി. വലിയ ആഴമില്ലാത്ത ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം ഇറങ്ങണത്. ഞങ്ങൾ ഓരോരുത്തർക്കും വെവ്വേറെ ട്രെയിനർമാരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്രെയിനേഴ്സ് ഡൈവിങ് സെഷൻ തുടങ്ങിയ അവസാനം വരെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഏകദേശം 40 മിനിറ്റ് നീണ്ടേക്കുന്ന ഡൈവിങ് സെഷനാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കണത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സായിട്ടും അതുപോലെ തന്നെ ഡൈവിങ്ങുമായിട്ട് പരിചയപ്പെടാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 1.5-2 മീറ്റർ മാത്രം ആഴമുള്ള സ്ഥലത്താണ് ആദ്യത്തെ 10 മിനിറ്റ് ചിലവഴിക്കുന്നത്. ട്രെയിനർ തന്നെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുക്കി പിടിച്ചതിന് ശേഷം ഈ എക്യുപ്മെൻറ്റ്സും വെച്ചുകൊണ്ട് ശ്വസിക്കാൻ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആദ്യം തന്നെ സ്നോർക്കിളിങ്ങിന് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ചെറിയൊരു വെപ്രാളം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ നിന്നതോടുകൂടി ചെറുതായിട്ട് കംഫർട്ടബിളായി തുടങ്ങി. വെള്ളത്തിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റാത്ത കാരണം ആംഗ്യ ഭാഷയിലാണ് ട്രെയിനറുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം. ഇത് വെച്ച് അത്യാവശ്യം ശ്വാസം വലിക്കാനായിട്ടൊക്കെ പഠിച്ചു വന്നപ്പോഴേക്കാണ് കണ്ണിൽ വെച്ചേക്കുന്ന ഡൈവിങ് മാസ്കിൻ്റെ അകത്ത് വെള്ളം കയറിയത്. ഇത് വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് ആയതുകൊണ്ട് പ്രത്യേക രീതിയിൽ മാസ്ക് പൊക്കിയിട്ട് വേണം വെള്ളം പുറത്തേക്ക് കളയാനായിട്ട്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആദ്യത്തെ 10 മിനിറ്റിൽ ഇവർ പഠിപ്പിക്കുന്നത്. ഞാനിതൊക്കെയായിട്ട് അത്യാവശ്യം പരിചയപ്പെട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ അത്യാവശ്യം ആഴമുള്ളൊരു ഏരിയയുടെ അടുത്തേക്ക് എത്തി. ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് പോയി നോക്കിയിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വീണ്ടും താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നാണ് ട്രെയിനർ പറയണത്. ഈ ട്രെയിനറിൻ്റെ ബാക്കിലുള്ള ഓക്സിജൻ സിലിണ്ടറിനെ പിടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ ഗോപ്രോന് ഒരു അണ്ടർ വാട്ടർ കേസും വാങ്ങി അത് വെച്ചും കൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വേറെ 2 കൂട്ടുകാരൻ തൊട്ടടുത്ത് തന്നെയായിട്ട് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിസരത്തെ വെള്ളത്തിന് അത്യാവശ്യം നന്നായിട്ട് വിസിബിലിറ്റിയും ഉണ്ട്. ഈ ഒരു ഡൈവ് സെഷനിൽ പാർട്ടിസിപ്പൻസിൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം ഇവർ തന്നെ എടുത്തു തന്നെയുണ്ട്. നാല് ട്രെയിനർമാർ കൂടാതെ ഒരാൾ ഇതിനു വേണ്ടി തന്നെയായിട്ടാണ് ചാടിയേക്കുന്നത്. ഏകദേശം 12 മീറ്റർ താഴ്ച വരെയാണ് ഞങ്ങൾക്ക് ഈ ഡൈവിംഗ് സെഷനിൽ പോകാൻ പറ്റുന്നത്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ഈ സെഷൻ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ കാര്യമായിട്ടുള്ള മീനുകളെയൊന്നും കണ്ടില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പവിഴപ്പുറ്റുകളുള്ള ഏരിയയിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ താഴത്തേക്ക് എത്തിയതോടുകൂടി എനിക്ക് ചെറുതായിട്ട് പ്രഷർ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ പ്രഷർ കൂടാണെന്നുണ്ടെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ചെവി കൂടെ പ്രഷർ റിലീസ് ചെയ്യണമെന്ന് ഇവർ ട്രെയിനിങ് സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നീന്തണേൻ്റെ ഇടയ്ക്ക് പലപ്പോഴും അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ലൈഫ് ടൈമിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഏകദേശം 10 മീറ്റർ താഴത്തേക്ക് എത്തിയെന്നും ഇനിയും താഴത്തേക്ക് പോകണമെന്ന് ട്രെയിനർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി താഴത്തേക്ക് എത്തിയതോടുകൂടി അത്യാവശ്യം നല്ല കാഴ്ചകളാണ് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ പല കളറിലുള്ള മീനുകളൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് ചെല്ലണം. അതോടുകൂടി പുതിയൊരു ലോകം തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ തുറക്കണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കടലിൻ്റെ അടിയിൽ ചെറിയ ഗുഹ മാതിരിയുള്ള പ്രദേശത്തേക്കൊക്കെ ഞങ്ങൾ പോയിട്ടാ. ഞങ്ങളുടെ ബോട്ടിൽ വേറൊരു ഐലൻഡിൽ നിന്ന് കയറിയ പാർട്ടിസിപ്പൻസ് ഇപ്പോൾ ഡൈവിങ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലെ 3 പേർക്കും ഡൈവിംഗ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പേരിന് വേണ്ടി മാത്രമാണ് ഒരു ഡൈവിംഗ് ഇൻസ്ട്രക്ടർ അവരുടെ ഒപ്പം ഡൈവ് ചെയ്തേക്കുന്നത്. അവരത്യാവശ്യം തന്നേക്ക് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാഴ്ചകളും കണ്ട് നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരത്യാവശ്യം ആഴവും അതുപോലെ തന്നെ ഇരുട്ടെല്ലാമുള്ള ഭാഗത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മീനുകളൊക്കെ എന്തൊക്കെ സ്പീഷീസ് ആണെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. ഇത് ഇവരുടെ ലോകമായതുകൊണ്ടാണെന്ന് തോന്നണം നമ്മളടുത്തേക്ക് വന്നിട്ടൊന്നും ഈറ്റങ്ങൾ പേടിച്ച് ഓടി പോകണമൊന്നുമില്ല. ഞങ്ങളുടെ ഡൈവിംഗ് സമയം തീരാറായതുകൊണ്ട് ഞങ്ങൾ പയ്യെ മേലിലേക്ക് നീങ്ങി തുടങ്ങി. ഈ ജാക്കറ്റിൻ്റെ അകത്ത് ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ചെറുതായിട്ട് എയർ നിറച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആഴത്തിലേക്ക് പോകാൻ പേടിയുള്ളവർക്ക് വേണ്ടി ഇവരിവിടെ ഒരു വടവും കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ സപ്പോർട്ടോടുകൂടി അധികം ആഴമുള്ള ഭാഗത്തേക്കൊന്നും പോകാണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ട്രെയിനർമാർ പയ്യെ വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ്. മിക്കവാറും ബാക്കിയുള്ള പാർട്ടിസിപ്പൻസും കൂടി കയറിയതിന് ശേഷമായിരിക്കും ഇവർ കയറാൻ പോണത്. ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് ബോട്ടിൻ്റെ പുറത്തിരിക്കുകയാണ്.
വേറെ പാർട്ടിസിപ്പൻസിനെയും കൂട്ടി ട്രെയിനർമാർ താഴത്തേക്ക് പോണതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം. പതിയെ ഓരോരുത്തരായിട്ട് ബോട്ടിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരു പാർട്ടിസിപ്പൻ്റ് ഇതിനു മുമ്പ് ഏകദേശം 12 സ്കൂബ ഡൈവിംഗ് സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറും കൂടി ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തപ്പോഴേക്ക് എല്ലാവരും തിരിച്ച് ബോട്ടിലേക്ക് കയറി. ഒരു സിംഗിൾ ഡൈവിംഗ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണിക്കൂർ കഴിയാണ്ട് നമ്മൾ ഫ്ലൈറ്റ് എടുക്കരുതെന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വന്ന് 2ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ ഈ സ്കൂബ ഡൈവിംഗ് സെഷൻ എടുത്തത്. അധികം താമസിക്കാണ്ട് മറ്റ് പാർട്ടിസിപ്പൻസിന് അടുത്തുള്ളൊരു ഐലൻഡിൽ തന്നെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബോട്ട് പയ്യെ മാഫുഷിയിലേക്ക് നീങ്ങി തുടങ്ങി. ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഭക്ഷണവും കഴിച്ച് നാളത്തേക്കുള്ളൊരു ടൂറും ബുക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ടാണ് ഇന്നത്തെ പ്ലാൻ.